الحمد لله رب العالمين صلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ അദ്റക മാലഹു ബിഐനിഹി ഇൻദ റജുലിൻ ഔ ഇൻസാനിൻ ഖദ് അഫ്ലസ് ഫഹുവ അഹഖു ബിഹി മിൻ ഗൈരിഹി. ഹദീസിന്റെ സാരം, ആരെങ്കിലും തന്റെ ഒരു ധനം അതൊരു വസ്തുവായി തന്നെ നിലനിൽക്കെ മറ്റൊരാളുടെ അടുക്കൽ ഉണ്ടെങ്കിൽ, അതിന് വ്യക്തമാക്കുന്ന മറ്റൊരു നിവേദനം ഔ ഇൻസാനിൻ ഖദ് അഫ്ലസ്, മുഫ്ലിസായ വ്യക്തിയുടെ അടുക്കൽ ആ വസ്തു ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ഏറ്റവും അർഹൻ ഫഹുവ അഹഖു ബിഹി മിൻ ഗൈരിഹി, മറ്റാരെക്കാളും അതിനർഹനായിട്ടുള്ളത് ആ ധനത്തിന്റെ ഉടമയാണ്. ഈ ഹദീസിന്റെ സാരം, ഒരാളുടെ സമ്പത്ത് അത് കടബാധ്യതകൾ കൊണ്ട് കടം സമ്പത്തിനേക്കാൾ അതിന് കഴിയുമ്പോഴാണ് അയാൾ മുഫ്ലിസ് എന്ന് പറയുന്നത്. പ്രാപ്തരായി എന്നാണ് അതിന്റെ ഉദ്ദേശം. ഒരാൾക്ക് സമ്പത്തുണ്ട്, പക്ഷെ സമ്പത്തിനേക്കാൾ കവിഞ്ഞ കടബാധ്യതകൾ അത് വന്ന് കൊടുക്കും. ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അയാൾക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല, എല്ലാവർക്കും കൂടെ കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ വരുന്ന ആളാണ് മുഫ്ലിസ്, ശർഈ മുഫ്ലിസ് എന്ന് പറയുന്നത്. ഇസ്ലാമിക നിയമപ്രകാരം അങ്ങനെ കടബാധ്യത ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും അത് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആളെ മുസ്ലിം ഭരണാധികാരികളുടെ അടുത്ത് അല്ലെങ്കിൽ ഖാദി അയാളെ മുഫ്ലിസ് എന്ന് വിധി പറയും. അങ്ങനെ മുഫ്ലിസ് എന്ന് വിധി പറഞ്ഞാൽ ഖാദിയുടെ ഇടപെടലിലൂടെ ആയിരിക്കും അയാളുടെ ശേഷിക്കുന്ന സ്വത്ത് കടബാധിതരായിട്ടുള്ള ആളുകൾക്ക് അതിന്റെ ശതമാനക്കണക്കിന് വീതിച്ചു കൊടുക്കും. എല്ലാവർക്കും കൊടുക്കാനുണ്ടല്ലോ, അപ്പൊ എല്ലാവർക്കും കൂടെ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഉള്ളത് കൊടുക്കാൻ കഴിയുന്നതിന് ഓരോരുത്തർക്കും അതിന്റെ ശതമാനക്കണക്ക് നിശ്ചയിച്ചുകൊണ്ട് അതിന്റെ വിഹിതമായി കൊടുക്കുന്നതാണ് മുഫ്ലിസിന്റെ രീതി. പക്ഷെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കട കിട്ടാനുള്ള ആ വ്യക്തി, മുഫ്ലിസായ വ്യക്തിയുടെ അടുക്കൽ ഈ കൊടുത്ത വ്യക്തിയുടെ വസ്തുവാണുള്ളതെങ്കിൽ, പണമല്ല, ഒരു വസ്തുവാണുള്ളതെങ്കിൽ അത് അങ്ങനെ തന്നെ എടുക്കാം. അത് ഈ പറഞ്ഞതുപോലെ വീതം വെക്കുന്നതിന് വേണ്ടി വിൽക്കേണ്ടതില്ല, കാരണം അയാൾ അതിന് ഏറ്റവും അർഹനാണ്. ഉദാഹരണം, ഒരാളൊരു വാഹനം വിറ്റു എന്ന് വിചാരിക്കുക, അതിന്റെ പണം പിന്നീട് നൽകാം എന്ന അടിസ്ഥാനത്തിൽ കടത്തിലാണ് വിറ്റത്. പക്ഷെ ഇയാൾ മുഫ്ലിസ് ആയതുകൊണ്ട് തന്നെ പൈസ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അയാളെ മുഫ്ലിസ് എന്ന് പറഞ്ഞ് ഖാദി വിധിച്ചാൽ ഈ വാഹനം അവിടെ ഉണ്ടെങ്കിൽ ഇയാൾക്ക് ആ വാഹനം നൽകാം. അതേസമയം പണമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ പണം മുഴുവനായിട്ട് ഇയാളെ മുൻഗണന കൊടുക്കാൻ കഴിയില്ല, കാരണം എല്ലാവർക്കും കിട്ടുന്നത് പോലെ അതിന്റെ ശതമാനക്കണക്കനുസരിച്ച് വീതം വെക്കാൻ പറ്റുള്ളൂ. അതാണ് മുഫ്ലിസിന്റെ അവസരമുള്ളത്. അപ്പൊ നമ്മുടെ വസ്തു കാണുകയാണെങ്കിൽ, നമ്മൾ വിറ്റ നമുക്ക് ലഭിക്കാവുന്നൊരു വസ്തു, അത് കച്ചവട ഇടപാടുകൾ അല്ലാതെയാകാം, വസ്തുവായിട്ട് തന്നെ അവിടെ ഉണ്ടെങ്കിൽ അതെടുക്കാൻ ഏറ്റവും അർഹൻ അതിന്റെ ഓണറാണ്. അയാൾ മുഫ്ലിസായി എന്നതിന്റെ പേരിൽ തടഞ്ഞു വെക്കപ്പെടില്ല എന്നത് ഈ ഹദീസ് കൊണ്ട് ഘോഷിക്കപ്പെടുന്നത്. മറ്റൊരു ഹദീസ് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഖദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശുഫഅ ഫീ കുല്ലി മാലിൻ ലം യുഖ്സം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഫഅത്ത് വിധിച്ചു, ഭാഗിക്കപ്പെടാത്ത എല്ലാ സമ്പത്തിന്റെ വിഷയത്തിൽ ശുഫഅത്ത് വിധിച്ചു. ശുഫഅത്ത് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആളുകൾ പങ്കു ചേർന്നുകൊണ്ട് ഒരു വസ്തുവിന്റെ ഓണർഷിപ്പ് നിലനിർത്തുകയാണെന്ന് വിചാരിക്കുക. അതിൽ ഒരാൾ തന്റെ ഭാഗം വിൽക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിൽ ഏറ്റവും അർഹൻ തന്റെ പാർട്ണറാണ്, പുറത്തല്ല വിൽക്കേണ്ടത്. തന്റെ പാർട്ണറോട് ചോദിച്ച് അയാൾക്ക് ആവശ്യമില്ലെങ്കിലാണ് പുറത്ത് വിൽക്കുന്നത്. അങ്ങനെ പുറത്ത് പാർട്ണർക്ക് കൊടുക്കാതെ പുറത്ത് കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമികപരമായി തന്നെ തന്റെ പാർട്ണറിന് പുറത്ത് വിറ്റ എത്രയാണോ സംഖ്യ അത് ആ കസ്റ്റമറിന് കൊടുത്ത് തനിക്ക് സ്വന്തമാക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നു. അത് ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ഒരേക്കർ ഭൂമി രണ്ടാളുകൾ തമ്മിൽ പാർട്ണർഷിപ്പെട്ട് വാങ്ങിയെന്ന് വിചാരിക്കുക, പക്ഷെ അതിലൊന്നും തിരിച്ചിട്ടില്ല. അത് ഹദീസിൽ വന്നിട്ടുണ്ട്, അതിരുകൾ തിരിക്കപ്പെടുകയും വഴികൾ ഇടപെടുകയും ചെയ്താൽ പിന്നെ ശുഭത്തില്ല. അതേസമയം രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഒരേക്കർ സ്ഥലം വാങ്ങിയത് എന്ന് വിചാരിക്കുക, അതിന് തിരിച്ചിട്ടില്ല, ഇതെന്റേത് ഇത് നിന്റേത്, അങ്ങനെയല്ല. രണ്ടുപേരും പണം മുടക്കി രണ്ടുപേരുടെ പേരിൽ കൂടെ അത് ചേർത്തിട്ടുണ്ട്. പക്ഷെ ഒന്നാമൻ തന്റെ ഭാഗം മറ്റൊരാൾക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ രണ്ടാമന് താല്പര്യമില്ലെങ്കിലേ അടുത്ത ആൾക്കത് കൊടുക്കാം. അതിന് ഏറ്റവും അവകാശി തന്റെ പാർട്ണറാണ്. പാർട്ണറിന്റെ അനുവാദമില്ലാതെ അയാൾ മറ്റൊരാൾക്ക് മറിച്ച് വിറ്റിട്ടുണ്ടെങ്കിൽ, പാർട്ണർ ആവശ്യക്കാരനാണെങ്കിൽ ഇസ്ലാമികമായി തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം, ഇത്
പിന്നെ വാങ്ങിയ കസ്റ്റമറിന് അയാൾ എത്രയാണ് കൊടുത്തത് ആ സംഖ്യ കൊടുത്തിട്ട് ഇത് ഇയാൾക്ക് സ്വന്തമാക്കാൻ അനുവാദം നൽകുന്നതാണ്. അപ്പൊ അയാൾ കച്ചവടം നടത്തിയത് അത് ക്യാൻസൽ ചെയ്യും, അത് കച്ചവടമായിട്ട് പരിഗണിക്കപ്പെടില്ല. എല്ലാ വസ്തുക്കളിലും ഇതുപോലെ പങ്കുചേരുന്ന എല്ലാ വസ്തുക്കളിലും ഈ ഷുഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിച്ചു എന്നാണ് ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതാണ് ഷുഫാത്ത് കൊണ്ടുള്ള ഉദ്ദേശം. കച്ചവടത്തിൽ പങ്കുചേരുന്ന ആളുകൾ ഒരു കമ്പനി തുടങ്ങി, 2-3 ആളുകൾ ചേർന്ന് തുടങ്ങി. അപ്പൊ തന്റെ വിഹിതം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൂടെ ഉള്ളവരോട് മറ്റൊരാളെ അവിടെ തൽക്കാലത്ത് കൊണ്ടുവരാം, അവരുടെ പാർട്ണറായി. ചിലപ്പോൾ അയാളെ ഇവർക്ക് തൃപ്തിപ്പെടുന്ന ആളാകണമെന്നില്ല. തന്റെ അയൽവാസി അല്ലെങ്കിൽ തന്റെ പാർട്ണർ ഈ സ്വത്തിന്റെ കൂടെ കൂടുന്ന ആള് തനിക്ക് ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ, സമ്പത്തനല്ലാത്ത ഒരാളാണെങ്കിലും, അതുകൊണ്ടാണ് അവർക്ക് ആദ്യം മുൻഗണന കൊടുക്കുന്നത്. നമ്മൾ ചേർന്ന് നടത്തുന്ന സംരംഭങ്ങളിൽ തീർച്ചയായും തന്റെ ശരീക്കിനെ, പങ്കുകാരനെ മുൻഗണന കൊടുത്തിട്ട് അയാൾക്ക് ആവശ്യമില്ലെങ്കിൽ മാത്രമേ പുറത്തേക്ക് കച്ചവടം നടത്താൻ പാടുള്ളൂ എന്നാണ്. അയാൾ പരിഗണിക്കാതെ പുറത്ത് കച്ചവടം നടത്തിയാൽ അയാൾക്കത് തിരിച്ചെടുക്കാം ഇസ്ലാമികമായിട്ട്. ഇയാൾ സമ്മതിച്ചില്ലെങ്കിൽ ചെയ്യും, ഇയാൾ പറഞ്ഞ് ഞാൻ നിനക്ക് തരില്ല, പറ്റില്ല. അത് അയാൾക്ക് ഏറ്റവും ഹക്കുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖളാ വിധിച്ചു എന്നാണ് പറഞ്ഞത്. അതാണ് ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം